ഗുരുവിൻ്റെയും തേളിൻ്റെയും ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗുരുവും ശിഷ്യന്മാരോടൊരു യാത്ര പുറപ്പെടുകയാണ്. പോകുന്ന വഴിയിൽ ഒരു പുഴ മുറിച്ച് കടക്കേണ്ടതായിട്ടുണ്ട്. അവർ പുഴയുടെ ഓരത്തെത്തിയപ്പോൾ ഒരു കാഴ്ച ഇങ്ങനെ കാണുകയാണ്. ഒരു തേൾ പുഴയിലേക്ക് ഇങ്ങനെ മുങ്ങിപ്പോവുകയാണ്. ഗുരു ചാടി പുഴയിലേക്ക് ഇറങ്ങി തൻ്റെ കൈകൾ കൊണ്ട് ആ തേളിനെ വാരിയെടുത്തു. ഉടൻ തന്നെ ആ തേൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുത്തുകയും വഴുതി വീണ്ടും പുഴയിലേക്ക് വീഴുകയും ചെയ്തു. അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിച്ചില്ല. വീണ്ടും ആ തേളിനെ തൻ്റെ കയ്യിലെടുത്തു. അത് വീണ്ടും കുത്തി വഴുതി വീണ്ടും പുഴയിലേക്ക് വീണു. മൂന്നാമതും അദ്ദേഹം അതിനെ രണ്ട് കൈ കൊണ്ട് വളരെ സൂക്ഷ്മതയോടെ എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ തേൾ വീണ്ടും കുത്തി. പക്ഷേ അതിനെ വഴുതി വീണ്ടും പുഴയിലേക്ക് വീഴാൻ അനുവദിക്കാതെ വളരെ സുരക്ഷിതമായി അതിനെ കരയ്ക്കെത്തിച്ചു. കരയിലെത്തിയ ഗുരുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങ് മഹാജ്ഞാനിയല്ലേ, ഈ തേൾ കുത്തുമെന്ന് അങ്ങേക്കറിയില്ലേ, പിന്നെ എന്തിനാണ് അങ്ങ് ഈ ഉദ്യമത്തിനായി ഇറങ്ങി പുറപ്പെട്ടത്? ഗുരു പറഞ്ഞു, എൻ്റെ ജീവിത ലക്ഷ്യം രക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ തേളിൻ്റെ ജീവിത ക്രമീകരണമാകട്ടെ, അതിനെ എടുക്കുന്നവരെയും തൊടുന്നവരെയും അടുത്ത് വരുന്നവരെയും ഒക്കെ കുത്തുക എന്നുള്ളതാണ്. തേളിൻ്റെ സ്വഭാവം കുത്തുക എന്നുള്ളതാണെങ്കിൽ എൻ്റെ സ്വഭാവം രക്ഷിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ മകനെ പോലെ ഞാൻ പരിഗണിച്ചവനാണ്, എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ ഞാൻ കൊണ്ടു നടന്നവനാണ്, എൻ്റെ സഹോദരനെ പോലെ ഞാൻ ചേർത്ത് പിടിച്ചവനാണ്, എന്നിട്ടും അവൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന്. സങ്കടപ്പെടേണ്ട, പരിഭവിക്കുകയും വേണ്ട. ചിലർ ഈ തേളിനെ പോലെയാണ്. അവർ എപ്പോഴായാലും അവരുടെ സ്വഭാവം കാണിക്കും. നമ്മളെപ്പോഴും നമ്മളായിരിക്കുക. ശരിയല്ലേ? എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.